നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുമ്പോൾ 75 ലക്ഷം രൂപയുടെ ബാധ്യതയുടെ പേരിലാണ് താൻ കൂട്ടക്കുരുതി നടത്തിയത് എന്നുള്ള അർഫാൻ്റെ മൊഴി. 23-കാരൻ 2 മണിക്കൂറിനുള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങളിലേക്ക് സഞ്ചരിച്ച് 5 പേരെയാണ് കഴിഞ്ഞ ദിവസം വെട്ടിക്കൊന്നത്. ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയെ ഇപ്പോൾ ഇതാ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇയാളുടെ നില ഗുരുതരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വിഷമൊക്കെ കഴിച്ചു, പക്ഷെ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം പാങ്ങോട്ടുള്ള വീട്ടിലെത്തി മുത്തശ്ശി സൽമാ ബീവിയെ 88 വയസ്സുള്ള സൽമാ ബീവിയെ വെട്ടിക്കൊന്നു. പിന്നീട് വല്യച്ഛൻ്റെ, അതായത് പിതൃ സഹോദരനായിട്ടുള്ള അവരുടെ വീട്ടിലെത്തി വല്യച്ഛൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ വെട്ടിക്കൊന്നു. ഒടുവിൽ സ്വന്തം വീട്ടിലെത്തി 9ാം ക്ലാസ്സുകാരനായിട്ടുള്ള അനിയനെ, കാമുകിയെ, അമ്മയെ ഒക്കെ വെട്ടി. വെട്ടേറ്റ അനിയനും കാമുകിയും തൽക്ഷണം മരിച്ചു. 2 മണിക്കൂറിനുള്ളിൽ 3 വീടുകളിലെത്തിയാണ് പ്രതി 5 പേരെ വെട്ടിക്കൊന്നത് എന്നുള്ളതാണ്. ഈ സമൂഹത്തിന് ഇത് സംഭവിക്കുന്നത് എന്താണ്? കൊലയ്ക്ക് ശേഷം വെഞ്ഞാറമൂട് സ്റ്റേഷനിലേക്ക് അഫാൻ എത്തിയത് വളരെ കൂളായിട്ടായിരുന്നു. നാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ്. വളരെ കൂളായിട്ടാണ് അവിടെ എത്തിച്ചേർന്നത്. ബൈക്കിലാണ് പ്രതി എത്തുന്നത്. ചാവിയൊക്കെ ഇങ്ങനെ കറക്കി മച്ചാനെ എന്ന് വിളിച്ചാണ് അവിടെ എത്തിച്ചേരുന്നത്. ഒരൊപ്പിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേഷനിലോട്ട് കയറി ചെല്ലുന്നത്. ആൾ വളരെ കൂളായിരുന്നു. പിന്നെയാണ് അറിയുന്നത് അവൻ 5 പേരെ കൊന്നിട്ടാണ് അവിടെ എത്തുന്നത്. ഇത് നാട്ടുകാരുടെ വാദങ്ങളാണ് കേട്ടോ. പെൺസുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നതായി നാട്ടുകാർക്ക് വിവരമൊന്നും അറിയില്ലായിരുന്നു. അഫാൻ കുറേ നാളായി വിദേശത്തായിരുന്നു. അമ്മ അർബുദബാധിതയാണ് എന്നൊക്കെ നാട്ടുകാർക്ക് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഈ കൊലയ്ക്ക് ശേഷം സ്വന്തം വീട്ടിലെ ഗ്യാസ് തുറന്നുവിട്ട് തുണികളും മറ്റും കത്തിക്കാനും പ്രതി ഒരു ശ്രമം നടത്തിയതായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ പരാജയപ്പെട്ടതോടുകൂടിയാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. അതിനുശേഷം സ്റ്റേഷനിലെത്തുന്നു, കീഴടങ്ങുന്നു. ചോദ്യം ചെയ്യലിനിടെ തനിക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് പ്രതി വെളിപ്പെടുത്തുന്നു. ഒരു 23-കാരനാണ് എന്ന് മറന്നുപോയത്. അഫാൻ പെൺസുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നുവെന്ന് പിന്നാലെ വൈകിട്ടോടുകൂടി വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു എന്ന് പറയപ്പെടുന്ന ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പെൺസുഹൃത്തിനെയും പ്രതിയുടെ അമ്മയെയും സഹോദരനെയുമാണ് ആദ്യമായി വെട്ടിയത്. അതിനുശേഷമാണ് പ്രതി പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും അവരുടെ വീട്ടിലെത്തി വെട്ടി നിരത്തുകയായിരുന്നു. പിന്നീടാണ് അച്ഛൻ്റെ അമ്മയെ, അത് പാങ്ങോട്ടെ വീട്ടിലെത്തി അവിടെ എത്തിയാണ് അവരെ വെട്ടിക്കൊല്ലുന്നത്. അഫാൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അച്ഛൻ എന്ന് പറയുന്നത് വിദേശത്താണ്. പിതാവിനൊപ്പം വിദേശത്തായിരുന്നു അഫാനും കുടുംബവും. ഈ അടുത്ത കാലത്താണ് ഇവർ നാട്ടിലെത്തിയത്. അഫാനും അമ്മയും സഹോദരനും മാത്രമാണ് വീട്ടിൽ താമസമുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. വിദേശത്തെ ഒരു സ്പെയർ പാർട്സ് കട പൊളിഞ്ഞ വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. അത് താങ്ങാനാകാതായി പോകുന്നു എന്നതാണ് മൊഴി. നാട്ടിലടക്കം പലരിൽ നിന്നായിട്ട് വൻ തുക കടമായി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രതി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് എന്നാണ് അഫാൻ പറയുന്നത്. താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതി കൂടിയാണ് കാമിയെ കൂടി കാമുകിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുകൂടി പ്രതി പോലീസിനോട് പറയുന്നുണ്ട്. എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞ പ്രതിയെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കാര്യമത്ര ഗുരുതരമല്ല എന്നാണ് പറയാൻ കഴിയുന്നത്. പിതാവിൻ്റെ കൂടെ വിദേശത്തായിരുന്ന പ്രതി വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയി തിരിച്ചു വന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അമ്മ ഷമീന ക്യാൻസർ രോഗത്തിന് ചികിത്സയിലുമാണ്. വെഞ്ഞാറമൂട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആണ് കൊല്ലപ്പെട്ട അനുജൻ എന്ന് പറയപ്പെടുന്ന അഹസാൻ. റിട്ടയർഡ് CRPF ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടിട്ടുള്ള ലത്തീഫ് എന്ന് പറയപ്പെടുന്ന ആൾ. അമ്മ ഒഴികെ മറ്റുള്ളവരുടെ എല്ലാം മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഈ കൊലപാതക പരമ്പര എന്ന് പറയപ്പെടുന്നത് ഭീതി പരത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സഹോദരൻ 13 വയസ്സുകാരനുള്ള അഹസാൻ, അമ്മ ഷമീന, പെൺസുഹൃത്ത് ഫർഷാന, പിതാവിൻ്റെ അമ്മ സൽമാ ബീവി, പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫ്, ഭാര്യയായിട്ടുള്ള ഷാഹിദ എന്നിവരെയാണ് ഈ അഫാൻ ആക്രമിച്ചത്. ഇവരിൽ ഷമീന ഒഴികെ മറ്റെല്ലാവരും മരിക്കുകയും ചെയ്തു. 3 വീടുകളിലായിട്ടാണ് ഇവരെല്ലാം ആക്രമിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും. കൊലപാതകത്തിന് ശേഷം പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ എത്തി കീഴടങ്ങുകയും ക്രൂരകൃത്യം പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:30 വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാൻ കടന്നു വരുന്നതും സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോടൊക്കെ താൻ 6 പേരെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് അപ്പോൾ അറിയിച്ചത്. കൃത്യമായി കൊല നടത്തിയ സ്ഥലങ്ങൾ, പിന്നെ അദ്ദേഹം എത്തിയ സ്ഥലം യുവാവ് പോലീസിന് വളരെ കൃത്യമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. 3ഉം വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലങ്ങളാണ്. പോലീസിൻ്റെ 3 ടീം ഈ 3 സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് കൂട്ടക്കൊലയുടെ വിവരം പുറം ലോകം പോലും അറിയുന്നത് എന്നുള്ളതാണ്. താൻ 6 കൊലപാതകം നടത്തിയെന്ന് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി
കീഴടങ്ങലിന് ശേഷം വെളിപ്പെടുത്തുമ്പോഴും ഒരു കൂസലില്ലായിരുന്നു എന്നുള്ളതാണ്. ഉറ്റ ബന്ധുക്കളായിട്ടുള്ള 6 പേരെയാണ് കൊന്നത് എന്ന് ഇയാൾ പറയുമ്പോഴും ഒരു തുള്ളി കണ്ണുനീർ പൊടിയുന്നില്ല എന്നുള്ളതായിരുന്നു. പെരുമലയിൽ 3 പേരെയും, ചുള്ളാളത്ത് 2 പേരെയും, പാങ്ങോട് ഒരാളെയും കൊന്നു എന്നാണ് അവരുടെയൊക്കെ മരണവിവരം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് താൻ വന്നത് എന്നുകൂടിയാണ് അഫാൻ പോലീസിനോട് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹം കീഴടങ്ങുകയും ചെയ്യുമ്പോൾ പറഞ്ഞ മൊഴി ഇതാണ്. ഈ ക്രൂരകൃത്യം ഉണ്ടാകുമ്പോൾ, കേരളത്തെ ഞെട്ടിച്ച ഈ കൊലപാതക പരമ്പര നടക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സമൂഹത്തിന് പറ്റുന്നത് എന്താണ്? കൊറോണ കാലത്തിന് ശേഷമുള്ള കേരളം അല്ലെങ്കിൽ ലോകം തന്നെ മാറുന്നു എന്നുള്ളതാണ്. വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ആക്രമണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായിത്തീരുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി നിറഞ്ഞ കാഴ്ചയിലൂടെയാണ് കേരളമടക്കം ലോകമടക്കം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണോ ഇത്? ഒപ്പം കടബാധ്യതകൾ, അനാവശ്യമായിട്ടുള്ള ആഡംബരങ്ങൾ, ഇതൊക്കെ ഒരു കുടുംബത്തെ മുഴുവൻ കൊല്ലാൻ ഉതകുന്ന തരത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുന്നുണ്ടോ? ഒരു 23-കാരൻ അങ്ങനെ ചെയ്യുവാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കേരളം തുറന്നു ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പരകൾ പലപ്പോഴും കേരളത്തെ എന്നല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കുടുംബത്തിലെ 6 പേരെ വെട്ടിക്കൊല്ലാൻ കാണിക്കുന്ന കരുത്തും മനവും ചങ്കുറപ്പും എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ്. മനസ്സാക്ഷി ഒട്ടുപോലുമില്ലാത്ത ഇത്തരത്തിലുള്ള നരാധമന്മാർ ജീവിക്കാൻ അർഹരാണോ എന്ന് ചിന്തിക്കേണ്ടതാണ്.